വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വസുമതി പറയുന്നതെല്ലാം കേട്ട് ആകെ അങ്ങ് തകരുകയാണ് പ്രീതി. തുടർന്ന് വസുമതി വീണ്ടും പറയുന്നുണ്ട്, 1 കോടി രൂപ വിലയിട്ട കുഞ്ഞിനെ കൊന്നിട്ട് സുസ്മിത എൻ്റെ മുന്നിലേക്ക് വന്നു നിന്നപ്പോൾ അവളെ കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നീട് വീണ്ടും ഞാനെന്ന് ആലോചിച്ചപ്പോൾ അതല്ല ബുദ്ധി എന്ന് എനിക്ക് തോന്നി. ഇവളെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ പിന്നെ പണത്തിൻ്റെ കാര്യം, ക്രിമിനൽ ലോയർ അല്ലേ എൻ്റെ മകൻ. അപ്പോൾ പിന്നെ 1 കോടിയല്ല, അതിനേക്കാൾ കൂടുതൽ വിലയിട്ട് ഞാൻ എൻ്റെ മകനെ വിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇവളെ എന്ത് ചെയ്യുമെന്ന് ചിത്ര ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രീതി പറയുകയാണ്, ഇവളെ നമ്മളിനെ തെരുവിലേക്ക് ഇറക്കി വിട്ടാലും ആരും ചോദിക്കാനൊന്നും വരാൻ പോകുന്നില്ല. ഇവളിന് എന്തായാലും സത്യഭാമയുടെ അടുക്കലേക്ക് പോകാനും പോകുന്നില്ല. ഇനി ശാലിനിയുടെ സഹായം അവൾ സ്വീകരിക്കില്ല. വല്ല റെയിൽവേ ട്രാക്കിലോ കടലിലോ ഒരു അജ്ഞാത ശവമായിട്ട് പൊങ്ങും. അതൊക്കെ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ അങ്ങ് വസുമതി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ആകെ സങ്കടപ്പെടുകയാണ് പ്രീതി. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് പ്രീതി ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇനി ഒരു സ്ട്രോക്ക് കൂടി എന്തായാലും സത്യഭാമയ്ക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല. എൻ്റെ നേരെ നാവ് ഉയർത്തിയതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ അതാണ് എന്ന് പറഞ്ഞിട്ട് വസുമതി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരവും പ്രീതി അമ്മയാണ് തൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ സത്യഭാമയോട് പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിലിട്ട് ഓർത്തങ്ങ് നീറുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു VP നായരെയും കൂട്ടി വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം ഇതാണ് വീട് എന്ന് ഉമ്മറത്തേക്ക് കയറിയ ശേഷം VP നായരോട് വിഷ്ണു പറയുകയാണ്. അന്നേരം പൊന്നിയാണ് ആദ്യം ഇറങ്ങി വരുന്നത്, കയ്യിൽ ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട്. അന്നേരം പൊന്നി ഒന്ന് നോക്കിയിട്ട് IAS കിട്ടാൻ പാടാണ്. IASന് വേണ്ടി പരിശ്രമിക്കുന്ന ആളിന് മിനിമം 26 വയസ്സ് യോഗ്യതയെ പാടുള്ളൂ. ഇതിപ്പോൾ കിട്ടാൻ പാടാണെന്ന് പൊന്നിയെ നോക്കി VP നായർ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ആദ്യം മനസ്സിലാകുന്നില്ല. പിന്നീട് പൊന്നിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതല്ല ആള് വേറെയാണ് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് 31 വയസ്സും 21 വയസ്സുമുള്ള ആളുകളൊക്കെ IASും IPSും ഒക്കെ പാസ്സായി എന്ന് നല്ല ഒരു ഒത്തിരി അഹങ്കാരത്തോടു കൂടി ശാലിനിയെ VP നായരുടെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതാണല്ലേ ആൾ ഇത്തിരി ഓവർ സ്മാർട്ട് ആണല്ലേ എന്ന് ആ സാറ് ചോദിക്കുകയാണ്. അന്നേരം അത് വിഷ്ണുവിന് മനസ്സിലാകുന്നില്ല ഓവർ സ്മാർട്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും ആൾ നന്നായിട്ട് പഠിക്കും എന്ന വിഷ്ണു അങ്ങ് പറയുകയാണ്. തുടർന്ന് 2-3 ചോദ്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ VP നായർ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കറക്റ്റ് ആൻസർ ശാലിനി മറുപടി പറയുകയാണ്. തുടർന്ന് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു സാറിനെയും കൂട്ടി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് പൊന്നിയോട് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാനായിട്ട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വേണ്ട, ആദ്യം പഠനം എന്ന് പറഞ്ഞിട്ട് VP നായർ വിഷ്ണുവിൻ്റെ കൂടെ അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് വിഷ്ണു രാഘവൻ നായർക്ക് VP നായരെ പരിചയപ്പെടുത്തുന്നുണ്ട്. പഴയ ചീഫ് സെക്രട്ടറിയാണ്, ഇപ്പോൾ ഇവിടെ IASൻ്റെ കോച്ചിങ് ക്ലാസ് നടത്തുന്നുണ്ട്. ശാലിനിക്ക് ഇൻ്റർവ്യൂവിന് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് വിഷ്ണു രാഘവൻ നായരോട് പരിചയപ്പെടുത്തുകയാണ്. തുടർന്ന് കുട്ടി ഒരു പേപ്പറും പേനയും എടുക്കാനായിട്ട് പറയുകയാണ്. അന്നേരം അതിവിടെ തന്നെ ഉണ്ട്, ഞാൻ പഠിക്കുകയായിരുന്നു എന്നും പറഞ്ഞ പേപ്പറും പേനയും എടുക്കുകയാണ് ശാലിനി. അന്നേരം അങ്ങനെ പഠിച്ചാൽ പോരാ, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് അത് ആ സാറ് വാങ്ങുകയാണ്. തുടർന്ന് ആ ബുക്കിൽ നിന്നും ഒരു പേപ്പർ വലിച്ച് കീറിയ ശേഷം അത് നന്നായിട്ട് ചുരുട്ടി നല്ലോണം ചുരുട്ടുന്നുണ്ട്. ചുരുട്ടിയ ശേഷം അത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലേക്ക് ഇടാനായിട്ട് പറയുന്നുണ്ട്. അന്നേരം സംഭവം മനസ്സിലാകാതെ വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരും ഒക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ആ പേപ്പർ കഷ്ണം വാങ്ങിയിട്ട് വേസ്റ്റ് ബിന്നിൽ ഇടാനായിട്ട് അങ്ങ് അടുക്കളയിലേക്ക് പോവുകയാണ്. അന്നേരം VP നായർ സാർ പറയുന്നുണ്ട്, ഇതാണ് പരീക്ഷയുടെ ആദ്യ പാഠം, പക്ഷേ ആ ആദ്യ ടെസ്റ്റ്, പക്ഷേ അതിൽ ഈ കുട്ടി തോറ്റിരിക്കുന്നു എന്ന്. അന്നേരം എന്താ പേപ്പർ ചുരുട്ടുന്നതിലോ എന്ന് വിഷ്ണു മനസ്സിലാവാതെ ചോദിക്കുകയാണ്. തുടർന്ന് നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട് VP സാറ് പറയുകയാണ്, ഒരു മനസാന്നിധ്യവും യുക്തിബോധവും ഇല്ലാത്ത ഒരാൾ ഈ ഇൻ്റർവ്യൂവിനൊന്നും പാസ്സാകില്ല. ഞാനും അന്ന് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നോടും ഇങ്ങനെ പേപ്പർ ചുരുട്ടി തന്നിട്ട് വേസ്റ്റ് ബിന്നിൽ ഇടാനായിട്ട് പറഞ്ഞു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ അവിടെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന കോളിംഗ് ബെല്ല് അമർത്തിയിട്ട് പിയൂണിനെ വിളിച്ചു. എന്നിട്ട് പിയൂണിനോട് കൊടുത്തിട്ട് അത് വേസ്റ്റ് ബിന്നിൽ ഇടാനായിട്ട് പറഞ്ഞു. അന്നേരം തന്നെ അവർക്ക് എൻ്റെ ഒരു മനസ്സും എൻ്റെ ശക്തിയും ഒക്കെ അവർക്ക് മനസ്സിലായി. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ സമയം പേപ്പർ ഇങ്ങനെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടാനുള്ളതല്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ആ സമയത്ത് തന്നെ എന്നെ ആലപ്പുഴ സബ് കളക്ടറായിട്ട് നിയമിച്ചു എന്ന് പറഞ്ഞ് ഒരു അഹങ്കാരം പോലെ ആ വീരസാഹസിക കഥകളൊക്കെ എങ്ങ് വർണ്ണിക്കുകയാണ് ഈ VP സാറ്. തുടർന്ന് ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് വിഷ്ണു. അന്നേരം ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ കളക്ടറായിട്ട് അങ്ങ് നിയമിച്ചു, അപ്പോൾ പിന്നെ കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്ന്. അന്നേരം സംഗതി കുറച്ച് പിടിവിട്ട് പോയി എന്ന് മനസ്സിലാകുന്ന സാറ്, അല്ല, കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു, ആ ഒരു പ്രവൃത്തിയാണ് എന്നെ കളക്ടറായിട്ട് നിയമിക്കാനുണ്ടായ സാധ്യത എന്ന് ഞാനങ്ങ് പറയുകയായിരുന്നു എന്ന്.
പക്ഷേ ഇതുവരെയും ആ പേപ്പർ കഷ്ണം ഇടാനായിട്ട് പോയ ശാലിനി തിരിച്ചു വന്നിട്ടില്ല. തുടർന്ന് സാറ് പറയുകയാണ്, ഞാൻ ഈ കഥ പറയുമ്പോൾ ആ കുട്ടി ചമ്മുന്ന ആ കുട്ടിയുടെ മുഖഭാവം നിങ്ങളൊന്ന് കാണണമെന്ന്. അന്നേരം അതങ്ങ് തലകുലുക്കി ഇപ്പം നടന്നത് തന്നെയെന്നും പറഞ്ഞിരിക്കുകയാണ് രാഘവൻ നായർ. ഈ സമയത്താണ് ശാലിനി തിരികെ വരുന്നത്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, വാ ശാലിനി, സാറ് ശാലിനിയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന്. തുടർന്ന് ഞാൻ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് തനിക്കറിയാമോ എന്ന് സാറ് ചോദിക്കുകയാണ്. അന്നേരം പ്രഗത്ഭനായ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ പേപ്പർ ചുരുട്ടി കൊടുത്തതും പിന്നീട് പിയൂണിനെ വിളിച്ച് അത് വേസ്റ്റ് ബിന്നിൽ ഇടാനായിട്ട് പറഞ്ഞതുമൊക്കെ ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ടെന്ന് ശാലിനി പറയുമ്പോൾ തനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാകുന്ന VP സാറ് ഒന്ന് വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. അന്നേരം തലകുലുക്കി അങ്ങ് ചിരിച്ചിരിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് സാറ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ പേപ്പർ കഷ്ണം ചുരുട്ടി തന്നപ്പോൾ താൻ എന്തിനാണ് വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ പോയത്, അതിനെന്ത് വിശദീകരണമാണ് തനിക്ക് എന്നോട് നൽകാനുള്ളതെന്ന്. അന്നേരം ശാലിനി പറയുകയാണ്, ഇത് ഓഫീസല്ലല്ലോ, കുടുംബമല്ലേ. ഓഫീസായിരുന്നെങ്കിൽ ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ കുടുംബത്തിലെ ജോലികൾ പങ്കുവയ്ക്കുമ്പോഴാണ് അവിടെ സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ശാലിനി എന്നും പഴയ ശാലിനി തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ IAS കിട്ടിയാലും അത് ആ ശാലിനിയുടെ മറുപടി കേൾക്കുമ്പോഴേ വിഷ്ണുവിനും രാഘവൻ നായർക്ക് സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് സാറിനോട് ശാലിനി ചോദിക്കുകയാണ്, അല്ല സാറിൻ്റെ ഭാര്യ DGP ആയിരുന്നിട്ടും സാറിന് ചായയൊക്കെ ഇട്ട് തരുമായിരുന്നില്ലേ എന്ന്. അന്നേരം അത് പിന്നെയെന്നും പറഞ്ഞ് അവിടെ ഉത്തരത്തിനായിട്ട് തപ്പുകയാണ് സാറ്. എന്നിട്ട് അവിടെ ശാലിനിയോട് ഇനി കളിയൊന്നും നടക്കില്ല എന്ന് മനസ്സിലാകുന്ന VP സാറ് ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയോട് ഇരിക്കാനായിട്ട് പറയുകയാണ്. അന്നേരം ഇരിക്കുന്ന വിഷ്ണു എഴുന്നേറ്റ് ഇരിക്കും ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചിരുത്തുന്നുണ്ട്. തുടർന്ന് ആ പേപ്പറും പേനയും എടുക്കാനായിട്ട് പറയുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു വെപ്രാളപ്പെട്ട് പേപ്പറും പേനയും ഒക്കെ ശാലിനിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുകയാണ്. അന്നേരം മോളി കണ്ടിട്ട് വിഷ്ണുവിനെ അങ്ങ് നോക്കുന്നുണ്ട് ശാലിനി. തുടർന്ന് VP സാർ പറയുന്നുണ്ട്, ഇനി ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 25 കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുകയാണ്, അതൊക്കെ നോട്ട് ചെയ്തെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് സാറ് ശാലിനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ ശാലിനി എഴുതിയെടുക്കുന്നുമുണ്ട്. തുടർന്ന് ആദ്യത്തെ 2-3 എണ്ണമൊക്കെ ശാലിനി എഴുതിയെടുക്കുന്നുണ്ട്. തുടർന്ന് 5-ാമത്തെ 6-ാമത്തെയൊക്കെ കേൾക്കുമ്പോൾ ശാലിനി താടിക്ക് കൈയും കൊടുത്തിട്ട് സാറിനെ തന്നെ നോക്കി ഇരിക്കുകയാണ്. അന്നേരം എന്താ എഴുതുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശാലിനി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തനിക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ അറിയാമെന്ന് സാറ് ചോദിക്കുകയാണ്. ഇതൊക്കെ ഇൻ്റർനെറ്റിലുള്ളതാണ് സാറേ എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് അതും ഇവിടെ വില പോകില്ല എന്ന് മനസ്സിലാകുന്ന സാറ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ വാ തുറന്ന ഉടനെ ഇൻ്റർനെറ്റുകാർ കോപ്പി അടിക്കും, ഇൻ്റർനെറ്റുകാരെ കൊണ്ട് തോറ്റു എന്ന് സാറ് പറയുകയാണ്. അന്നേരം രാഘവൻ നായരും വിഷ്ണുവൊക്കെ ചിരിക്കുന്നുണ്ട്. ഇയാൾക്കൊന്നും അറിയില്ല, വിടുവായുത്തരം മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. തുടർന്ന് ഇനി ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ട് അത് പറയുകയാണ് സാറ്. തുടർന്ന് ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങളൊക്കെ പറ്റിയും അതെങ്ങനെയാണ് ചോദിക്കുന്നത്, അതിനെങ്ങനെയൊക്കെ ഉത്തരം നൽകണം എന്നൊക്കെ സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധാപൂർവം വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ വിഷ്ണു എന്തോ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അങ്ങനെയുള്ള സംഭവത്തോടങ്ങ് താണ് വണങ്ങി നിൽക്കുകയാണ് സാറിൻ്റെ മുമ്പിൽ. പക്ഷേ ശാലിനിക്ക് ഒരു കൂസലുമില്ലാതെ എല്ലാം കേട്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ഓരോരോ ചോദ്യങ്ങളായി VP സാറ് ശാലിനിയോട് ചോദിക്കുകയാണ്. അതിനൊക്കെ കറക്റ്റായിട്ട് ശാലിനി മറുപടി നൽകുന്നുണ്ട്. അന്നേരം അവസാനത്തെ ചോദ്യം ചോദിച്ചതിന് ശേഷം എക്സലൻറ്റ്, ഇങ്ങനെ തന്നെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടത് എന്ന് ശാലിനിയെ പ്രശംസിച്ച് VP സാറ് പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് കൈയടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണല്ലേ, എൻ്റെ ശാലിനി ജയിക്കുമെന്ന് ആകെ സന്തോഷമാകുന്നുണ്ട് വിഷ്ണുവിന്. തുടർന്ന് അവസാനത്തെ ചോദ്യം എന്ന പോലെ ഒരു ചോദ്യം കൂടി സാറ് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ സ്കൂളുകളിലെയും ബസ്സിന് മഞ്ഞ നിറമാണ് കൊടുത്തിരിക്കുന്നത്, അതെന്തുകൊണ്ടാണെന്ന്. അന്നേരം ഏതൊരവസ്ഥയിലും മഞ്ഞ നിറം ശ്രദ്ധിക്കപ്പെടും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് ആദ്യമായി പരീക്ഷിച്ചത് ഒരു രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ശാലിനി മറുപടി പറയുകയാണ്. തുടർന്ന് കൊള്ളാം, കുട്ടിക്ക് നല്ല ജനറൽ നോളജ് ഉണ്ട് എന്ന് VP സാർ സമ്മതിക്കുന്നുണ്ട്. അവസാനം ശാലിനി പറയുകയാണ്, ഇനി സാറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്നോ. അന്നേരം വിഷ്ണു അങ്ങ് നോക്കിയാണ് ശാലിനി തിരിച്ച് ചോദ്യം ചോദിക്കാൻ പോവുകയാണോ എന്ന്. അന്നേരം ചോദിച്ചോളൂ, ആകാശത്തിന് ചുവട്ടിലുള്ള എന്തിനെ പറ്റി ചോദിച്ചാലും ഞാൻ മറുപടി പറയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി VP സാർ ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, ആകാശത്തിന് ചുവട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സാറിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന്. ഓഹോ, അപ്പോൾ എൻ്റെ സർവീസ് റെക്കോർഡുകളെക്കുറിച്ചും പ്രയത്നങ്ങളെക്കുറിച്ചും ആയിരിക്കുമല്ലേ ചോദിക്കുക എന്ന് സന്തോഷത്തോടു കൂടി VP സാറ് പറയുകയാണ്. അന്നേരം അതൊന്നുമല്ല, സാറിൻ്റെ തലയിൽ എത്ര മുടി ഉണ്ടെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു നിമിഷം അത് കേട്ട് അന്തം വിട്ട് തലയിലൊന്ന് തടവിയിട്ട് എന്താ ചോദിച്ചത് എന്നൊന്നുകൂടി സാറ് ചോദിക്കുന്നുണ്ട്. ആ ശാലിനിയുടെ ചോദ്യം കേട്ട് വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്.
തുടർന്ന് വി പി സാറ് പറയുന്നുണ്ട് അതൊന്നും പറയാനായിട്ട് പറ്റില്ല എന്ന്. അന്നേരം പറ്റും എന്ന് ശാലിനി തർക്കിക്കുന്നുണ്ട്. അന്നേരം അതെങ്ങനെ പറയാൻ പറ്റും? ആകാശത്തിലെ നക്ഷത്രങ്ങളും കടൽ തീരത്തെ മണൽത്തരികളും ഒക്കെ എണ്ണാനായിട്ട് പറ്റുമോ എന്ന്. അന്നേരം വീണ്ടും പറ്റുമെന്ന് പറയുകയാണ് ശാലിനി ഉറപ്പിച്ചു തന്നെ. അന്നേരം എങ്കിൽ പിന്നെ താൻ പറഞ്ഞെന്ന് വി പി സാറ് പറയുകയാണ്. അന്നേരം ശരാശരി ഒരു മനുഷ്യൻ്റെ തലയിൽ 1,00,000 മുടിയാണ് ഉണ്ടാകുക എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് സാറ് ദേഷ്യപ്പെടുകയാണ്. അതെങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റും, ഞാനിനി ഇതിരുന്ന് എണ്ണി നോക്കണമെന്ന്. അന്നേരം സാറ് ദേഷ്യപ്പെടണ്ട, അങ്ങനെയൊന്നും സിവിൽ സർവീസിന് ഉത്തരം പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞു തരാം, സാറിൻ്റെ തലയിൽ മുടിയുള്ള ഭാഗത്തെ എണ്ണവും മുടിയില്ലാത്ത ഭാഗത്തെ എണ്ണവും കൂടി എടുത്താൽ മതി. എന്നിട്ട് അതിൽ നിന്ന് മുടിയില്ലാത്ത ഭാഗം അങ്ങ് കുറച്ചാൽ മതി എന്ന്. എണ്ണമല്ല, മുടിയുള്ള ഭാഗത്തിൻ്റെ അളവും മുടിയില്ലാത്ത ഭാഗത്തിൻ്റെ അളവും എടുക്കുക. എന്നിട്ട് സ്ക്വയർ ഫീറ്റ് കണക്കിന് മുടിയില്ലാത്ത ഭാഗം അതിൽ നിന്നങ്ങ് കുറച്ചാൽ മതി എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അത് മനസ്സിലാകാതെ വിഷ്ണു ഇങ്ങനെ തലയിലേക്ക് നോക്കിയിട്ട് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയും കുറയ്ക്കുന്ന ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് സാറിൻ്റെ തലയിലേക്ക് നോക്കിയിട്ട് ശാലിനി പറയുന്നുണ്ട്, എൻ്റെ ഒരു ഏകദേശ കണക്കിൽ സാറിൻ്റെ തലയിലൊരു 24,000-അടുത്ത് മുടി കാണുമെന്ന്. അന്നേരം തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന വി പി സാർ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുകയാണ്. അതിനുശേഷം കസേരയിൽ നിന്നും വി പി സാർ പതിയെ എഴുന്നേൽക്കുമ്പോൾ പിടിക്കണോ സാറേ എന്നും പറഞ്ഞ് വിഷ്ണു പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അന്നേരം വന്ന ആവേശമൊന്നും സാറിൻ്റെ മുഖത്ത് കാണാതായപ്പോൾ വിഷ്ണുവിന് ചെറിയൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. തുടർന്ന് പോകാൻ നേരം ഒന്ന് തിരിഞ്ഞു നിന്ന് വി പി സാർ ശാലിനിയെ നോക്കുകയാണ്. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇടയ്ക്ക് ചെറിയ തെറ്റുകളൊക്കെ വന്ന് ക്ഷമിക്കുക. ഓക്കെ, താങ്ക്